നാടകത്തിൻ്റെ സംവിധായകൻ വിജയൻ വി നായർ തന്നെയാണ് നമ്മുടെ അതിഥിയായി എത്തുന്നത്. സ്വാഗതം മോർണിംഗ് ഷോയിലേക്ക്. താങ്കൾക്കിതൊരു സന്തോഷത്തിൻ്റെ നിമിഷം കൂടിയാണ്. താങ്കളുടെ 100ാമത്തെ നാടകം, അതോടൊപ്പം വലിയ തയ്യാറെടുപ്പോടുകൂടി ഈ ഒരു നാടകം ഇന്ന് അരങ്ങിലെത്താൻ പോവുകയാണ്. എങ്ങനെയാണ് പ്രതീക്ഷ? ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. എൻ്റെ 100ാമത്തെ പ്ലേ എന്നതിനപ്പുറത്ത് SKയുടെ ഒരു കൃതി നാടകമാക്കാൻ സാധിക്കുക എന്നുള്ളത് ഈ 45 വർഷത്തിൻ്റെ നാടക എക്സ്പീരിയൻസിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷമാണ്. ഇത് ഇന്നൊന്നലെയല്ല, കഴിഞ്ഞൊരു 5-6 കൊല്ലമായിട്ട് എൻ്റെ മനസ്സിലുള്ളൊരു സബ്ജക്റ്റായിരുന്നു. ഇപ്പം ഇത് ഞാൻ ആദ്യം ഇത് നാടകം ചെയ്യണമെന്ന് വെച്ചൊരു തുറന്ന വേദിയിലാണ്, ഒരു നല്ല 5-8 ലക്ഷം ഉറുപ്പ്യ ചിലവാക്കിയിട്ട് തുറന്ന വേദിയിൽ സെറ്റ് ഇട്ടിട്ട് ചെയ്യണം. കോഴിക്കോടിൻ്റെ പഴയ തെരുവ് ഇട്ടിട്ട് ചെയ്യണം ഞാൻ എൻ്റെ ഒരു ഇതാണ്. പക്ഷെ അത് നിർഭാഗ്യവശാൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായ ചില സാമ്പത്തിക പ്രശ്നത്തിൻ്റെ പേരിൽ അത് പിൻവാങ്ങേണ്ടി വന്നു. പക്ഷെ ഇത് കളിച്ചേ പറ്റൂ എന്നുള്ളതിൻ്റെ ഒരു ആഗ്രഹമാണ്. അത് ഞാൻ ചന്ദ്രകാന്ത സംസ്കാരിക ദിവാകരേട്ടനോടും വിനോദിനോടും SKയുടെ മകൾ സുമിത്രയോടൊക്കെ സംസാരിച്ചപ്പം അവരതിനെനിക്ക് പൂർണ്ണ സമ്മതം തന്നു. അവരെന്നെ ഏറ്റെടുത്ത് ചെയ്തോളാമെന്നും പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ തുറസായ വിധിയിൽ നിന്ന് എത്ര ലക്ഷം ഉറുപ്പ്യ ഞാൻ ഇത്ര കാശൊക്കെ ചിലവാകും എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, നമ്മൾ നാട്ടുകാരെടുത്ത്, കാരണം പുതിയറ പറയഞ്ചേരി ഭാഗങ്ങളുള്ള നാട്ടുകാരാണ് SKയുടെ സമ്പാദ്യം. ആ നാട്ടുകാർ കാശ് തരും, നമുക്ക് വേറെ ഒന്നും വേണ്ട. പക്ഷെ സാമ്പത്തികമായി വന്നപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ അത് സ്റ്റേജിലേക്ക് പറിച്ച് നടേണ്ടി വന്നു. അപ്പോൾ ആദ്യം എഴുതിയത് തുറസായ വേദിയിലുള്ള സ്ക്രിപ്റ്റായിരുന്നു. 5-8 മാസത്തെ ഹോംവർക്കാണ് അതുണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ വീണ്ടും ഞാനും രചയിതാവും ഇരിക്കേണ്ടി വന്നു. വീണ്ടും പൊളിച്ചെഴുതണം. അത് സ്റ്റേജിലേക്ക് പറിച്ചാടുമ്പോൾ മാറ്റങ്ങൾ അങ്ങനെ മാറ്റി കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് റിഹേഴ്സലൊക്കെ. പിന്നെ ബാക്കി ദൈവത്തിൻ്റെ കയ്യിൽ. തുറന്ന വേദിയിലായിരുന്നെങ്കിൽ താങ്കൾ വിചാരിച്ച പോലെ ഇതിനേക്കാളും ഒരുപാട് വിഷ്വൽസ് വരും. ഭയങ്കരമായിട്ടുള്ള ഒരുപാട് വിഷ്വൽസ് വരും. മാത്രമല്ല രക്ഷാവണ്ടി, കാളവണ്ടി തുടങ്ങി ഒരുപാട് സാധനങ്ങൾ ഞാൻ ഏൽപ്പിച്ചതായിരുന്നു, അഡ്വാൻസ് കൊടുത്ത് ഏൽപ്പിച്ചത്. രക്ഷാവണ്ടി കിട്ടാനില്ല. പക്ഷെ അത് ഞാൻ പൊളിഞ്ഞ ഒരു രക്ഷാവണ്ടിയാക്കി കാശ് കൊടുത്തിട്ട് ഒന്ന് റിപ്പയർ ചെയ്ത് പെയിൻ്റ് അടിച്ച് വെക്കാൻ പറഞ്ഞ് ഒക്കെ റെഡിയായതാണ്. അതിൻ്റെ വിഷ്വൽസ് നമ്മൾ വിചാരിക്കുന്ന ഒരു പഴയ കോഴിക്കോട് സിറ്റിയുടെ വിഷ്വൽസ് തന്നെ വരിക. കാശ് അതിനകത്ത് ചിലവാക്കാൻ തയ്യാറ്. അപ്പം വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇമേജ് വേറെയാണ്, തികച്ചും വ്യത്യസ്തമായിട്ടുള്ള. ചെയ്യും, ഞാനത് ചെയ്യും. ഒരു കൊല്ലത്തിനുള്ള 1.5 കൊല്ലത്തിനുള്ള ദൈവം സഹായിച്ചിട്ട് ഞാനത് ചെയ്യും. 100ാമത്തെ നാടകമാണ്. അപ്പോൾ അത് SKയെ പറ്റി ആകാം എന്നുള്ള തീരുമാനത്തിൽ അങ്ങനെ വന്നാണോ? പക്ഷെ അപ്രതീക്ഷിതമായിട്ട് അപ്രതീക്ഷിതം. കാരണം ഇത് ഒരു 5-6 കൊല്ലം ഞാൻ പറഞ്ഞല്ലോ ഈ പ്രൊജക്റ്റ് ചെയ്യണം എന്നുള്ളത് എൻ്റെ മനസ്സിലൊരു സ്വപ്നം. പക്ഷേ അതിൻ്റെ ഇടയ്ക്കിൽ എൻ്റെ സംഘടന, എന്നെ വളർത്തിയ യൂക്ക് എന്ന് പറഞ്ഞ സംഘടന, എൻ്റെ 1-2 പ്ലേ വന്നു. പെണ്ണൂരിൻ്റെ പ്രത്യയശാസ്ത്രം, അത് ഞാൻ ഈ സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കിം പുരുഷൻ എന്നുള്ളൊരു പ്ലേ. ഈ കിം പുരുഷൻ പ്ലേ ഞാൻ ചെയ്യുമ്പോഴാണ് ഈ കഴിഞ്ഞ മാസം. അപ്പോൾ ഞാൻ എഴുതി വെച്ച നാടകങ്ങളെക്കുറിച്ച് ഞാൻ ഡയറക്റ്റ് ചെയ്ത, ഞാൻ അഭിനയിച്ചതിലെ കഥാപാത്രമൊക്കെ വെറുതെ ഒരു രസത്തിന് എഴുതി വെച്ചൊരു ബുക്കുണ്ട്. അത് ഞാൻ അങ്ങനെ മറിച്ച് നോക്കി വെറുതെ എണ്ണിയപ്പം ഈ SKയുടെ പ്ലേ ചെയ്യുന്നത് 99ാമത്തെ പ്ലേ ആണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്കിൽ ഒരു പ്ലേ ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞു. എല്ലാവരോടും പറഞ്ഞു ഞാനൊന്നും ഇനി ചെയ്യൂല എന്ന് പറഞ്ഞു. പക്ഷെ 99ാമത്തെ പ്ലേ ആയപ്പോൾ എനിക്ക് SKയുടെ ഇത് 99 പോരല്ലോ, അത് 100 ആക്കണം. അപ്പോൾ ഈ കിം പുരുഷൻ്റെ ആൾക്കാർ എന്നെ സമീപിച്ചത്, ഞാൻ അവർക്ക് ഡേറ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ എനിക്കൊന്ന് 99 കിം പുരുഷനാവട്ടെ, 100ാമത്തെ ഇതാവട്ടെ എന്ന് വിചാരിച്ചു. അതാണ് അങ്ങനെ വന്നാൽ യാദൃശ്ചികമായിട്ട് വന്നത്, അല്ലാണ്ട് ഒരു ഇതൊന്നുമില്ല. അതോടൊപ്പം ഇതൊരു പ്രായശ്ചിത്തം കൂടിയാണെന്ന് നിങ്ങൾ പറയുന്നു. കോഴിക്കോട് മറന്ന SKയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രായശ്ചിത്തം. ആ രീതിയിലൊരു മറവി വന്നിട്ടുണ്ടോ കോഴിക്കോടുകാർ? തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. കോഴിക്കോട് ഇവിടെ വന്നുകൂടിയ പലരെയും വാനോളം പൊക്കിയിട്ടുണ്ട്. പക്ഷെ ഈ തെരുവിലൂടെ നടന്ന് ഈ തെരുവിൻ്റെ ചൂരും മണവും അറിഞ്ഞ SKയെ പലരും മറന്നു. ഇവിടുത്തെ പല ഉന്നതന്മാരും, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, പലരും മറന്നു SK. ഒരു മരണദിനോ അല്ലെങ്കിൽ ഒരു ജനിച്ച ഒരു കോളം കൊടുത്തിട്ട് SK അവിടെ ഒതുക്കി കളഞ്ഞു. ഇവിടെ വന്നു കയറിയവൻ പലരും അഗ്രഗണ്യന്മാരും അവരെക്കാട്ട് ജ്ഞാനപീഠം ജേതാവാണ് SK. എന്തുകൊണ്ട് SKയെ കോഴിക്കോട്ടുകാർ മറന്നു? ഇതെന്നെ അലട്ടാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഞാൻ കോഴിക്കോടിൻ്റെ പുത്രനാണ്. എവിടെ പോയാലും എനിക്ക് ഈ കോഴിക്കോടിൻ്റെ കാറ്റ് കിട്ടണം അവസാന നിമിഷമെങ്കിലും. അത് തന്നെയാണ് SKയും. ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടും അതായത് അവസാന കോഴിക്കോടിൻ്റെ ഈ തെരുവിൻ്റെ കാറ്റ് കിട്ടണം. അങ്ങനൊരു മനുഷ്യനെ ജ്ഞാനപീഠം ജേതാവ്, പിന്നെ MP ആയിട്ട് ഇരുന്നിട്ടുണ്ട്.
പിന്നെ നോവൽ എഴുതിയിട്ടുണ്ട്, കുറച്ച് സിനിമകളായിട്ടുണ്ട്, കവിയാണ്, വെറും ഒരു സഞ്ചാര സാഹിത്യകാരനാണ്. ഇത്രയും പ്രഗത്ഭനായ ഒരാളെ കോഴിക്കോട്ടുകാർക്ക് അത് പറ്റില്ലാത്തൊരു സാധനമാണ്. പക്ഷെ എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഒരു ഖേദം എൻ്റെ മനസ്സിൽ കുറേ കാലമായിട്ടുണ്ട്. അത് വരുന്നുണ്ടോ ഈ നാടകത്തിൽ? ആ ഒരു SK ഞാൻ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, നമ്മൾ ആരെയും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എൻ്റെ മനസ്സിലുള്ള വികാരമാണ് ഞാൻ പറഞ്ഞത്. അത് ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. പക്ഷേ നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതെയോ അതിൽ കുറ്റക്കാരാണ്. അറിഞ്ഞോ അറിയാതെയോ നമ്മളതിൽ അപ്പം എനിക്കത് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ എൻ്റെ ഒരു പ്രായശ്ചിത്തമാണ്. എൻ്റെന്ന് പറഞ്ഞാൽ കോഴിക്കോട്ടുകാരുടെ, ഞാനടക്കമുള്ള കോഴിക്കോട്ടുകാരുടെ ഒരു പ്രായശ്ചിത്തം. പെണ്ണുയിരിന്റെ പ്രത്യശാസ്ത്രം പോലെയല്ല ഈ SKയുടെ ഒരു കഥയാണ് ഇത് നാടകമാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ആ രീതിയിലായിരിക്കും അതിനെ കണ്ടിട്ടുണ്ടാവുക. എന്തെങ്കിലും രീതിയിലുള്ള വ്യത്യസ്തത വന്നിട്ടുണ്ടോ? ഇതിൽ നമ്മൾ നാടകമാക്കുമ്പോൾ SKയുടെ ഈ വായിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ, കൃതി വായിച്ചിട്ട്, ഇതിൽ നാടകീയ മുഹൂർത്തങ്ങൾ വളരെ കുറവാണ്. ഇങ്ങനെ സഞ്ചരിച്ചു പോകുമ്പോൾ അദ്ദേഹം മിഠായി തെരുവിലൂടെയും അല്ലാതെയും കോഴിക്കോടിൻ്റെ തെരുവിലൂടെ പോകുമ്പം അദ്ദേഹം തലയും കുനിച്ച് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണ പാഠമുണ്ട്. അദ്ദേഹം തലയും കുനിച്ച് പോവുകയാണെങ്കിൽ ചുറ്റുപാടുകളെ ശ്രദ്ധിക്കുകയും അതിലുള്ള ഓരോ കഥാപാത്രങ്ങളെയും വളരെ ആഴത്തിലിറങ്ങിച്ചെന്ന് മനസ്സിലാക്കുകയും ചെയ്തൊരു SK ഉണ്ട്. നമ്മളൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ തൊട്ടടുത്തിരിക്കുന്നവരോട് പോലും നമുക്ക് അവരുടെ ഇതുപോലും നമുക്കറിയില്ല. പക്ഷേ ഈ തെരുവിൻ്റെ ഒരു കാലത്തെ തെരുവിൽ ജീവിച്ച ഒരുപാട് ആളുകളുടെ ഇത് അദ്ദേഹം മനസ്സിലാക്കി വെക്കുകയും അതനുസരിച്ചിട്ട് അപ്പോൾ അതിൽ നാടകീയ മുഹൂർത്തങ്ങൾ കുറച്ചില്ല. അപ്പം നാടകീയ മുഹൂർത്തം ഒരു സ്റ്റേജിലാവുമ്പോൾ ഒരു നോവൽ നമുക്ക് വായിച്ചു പോവാം. പക്ഷെ സ്റ്റേജിൽ വരുമ്പം അതിന് പിന്നെ ഓഡിയൻസിനെ, പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന ചില കൊച്ചു കളികൾ നമ്മൾ കളിച്ചേ പറ്റൂ. അപ്പോൾ ചില വെട്ടിത്തിരുത്തലുകൾ ഇതിൽ നടന്നിട്ടുണ്ട്, ചില കൂട്ടിച്ചേർക്കലുകളും നടന്നിട്ടുണ്ട്. അത് നിർബന്ധമാണ്. അത് ഒരു പ്ലേ ആയിട്ട് വരുമ്പോൾ ഏത് നോവലായാലും ചിലത് നമ്മൾ ഒഴിവാക്കേണ്ടി വരും, ചിലത് നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് നമ്മളിതിന് കൊടുത്തത് ഒരു സ്വതന്ത്ര നാടകാവിഷ്കാരമാണ്. രചയിതാവിനും സംവിധായകനിലും പൂർണ്ണ സ്വാതന്ത്ര്യം SKയുടെ മകളും ചന്ദ്രകാന്തവും തന്നിട്ടുണ്ട്. സുമിത്ര മാഡം ഒരു പൂർണ്ണമായിട്ട് സ്ക്രിപ്റ്റ് എഴുതി അവരെ വായിച്ച് കേൾപ്പിച്ചതിന് ശേഷം അവർ ഓക്കെ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ബാക്കി പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. ഇത് എത്ര ആർട്ടിസ്റ്റുകളുണ്ട്? ഇതിലേതാണ്ട് ഒരു 22 ആർട്ടിസ്റ്റ് ഉണ്ട്. പലരും ഡബിൾ റോളൊക്കെ ചെയ്യുന്നുണ്ട്. അതിലും കൂടുതൽ കഥാപാത്രങ്ങൾ അതിനകത്തുണ്ട്. 40-45-60 കഥാപാത്രങ്ങൾ അതിൽ വന്നു പോകുന്നുണ്ട്. പക്ഷേ എല്ലാവരെയും നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത, കാരണം ചിലത് വാക്കുകളിൽ മാത്രം നിൽക്കുന്ന ക്യാരക്ടേഴ്സാണ്, വാചകങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത്. ചിലത് അതല്ല, അതിൻ്റെ പൂർണ്ണ ജീവൻ കൊടുത്തിട്ട് തന്നെ SK എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ള പിന്നെ ഓമിഞ്ചി ലാസർ, കൂനങ്കാണാരൻ, വമ്പൻ നായാടി, കൃഷ്ണക്കുറുപ്പ്, പിന്നെ കുരുടൻ മുരുകൻ, പിന്നെ അയ്യപ്പൻ, ഇതൊക്കെ നാടകത്തിലെ സജീവമായിട്ടുള്ള ചില കഥാപാത്രങ്ങൾ. ഇവരൊക്കെ രംഗത്ത് വരുന്നു. കോഴിക്കോട് നിന്നുള്ള കലാകാരന്മാർ തന്നെയാണ് തോന്നുന്നു കൂടുതലും. കോഴിക്കോടിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ള, ഇപ്പോൾ താമരശ്ശേരി, കൊടുവള്ളി, പന്തീരാങ്കാവ്, വാലിശ്ശേരി, വാകയാട്, അങ്ങനെ പല സ്ഥലത്തും. കാരണം ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ ആലോചിച്ചത് ഇവരുടെ കഥാപാത്രങ്ങൾക്കനുസരിച്ച് ശരീരഭാഷയും കൂടെ അനുയോജ്യമായിരിക്കണം, ഫേസും ഏതാണ്ട്. ഇവരാരും നമ്മളാരും കണ്ടിട്ടില്ല, ഓമിഞ്ചിരിയൊന്നും നമ്മൾ കണ്ടിട്ടില്ല. നമ്മളെ ഇമാജിനേഷനിലുള്ള ഒരു ഇതുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇവരൊക്കെ സെലക്ട് ചെയ്തത്. എന്തായാലും ഇതൊരു വലിയ വിജയമാകട്ടെ. അത് മറ്റ് നാടകങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ 100 നാടകമായി ഒരേ സമയം തന്നെ 2 നാടകമൊക്കെ സംവിധാനം ചെയ്ത സമയമൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു കാലത്ത് നിന്ന് ഇന്നത്തെ നമ്മുടെ നാടകങ്ങളെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് താങ്കൾക്ക് തോന്നുന്നത്? ആളുകളുടെ പ്രേക്ഷകരുടെ ഒരു പിന്തുണ ലഭിക്കുന്നുണ്ടോ? പ്രേക്ഷകരുടെ ഒരു കുറച്ച് കാലഘട്ടത്തിന് നാടകത്തിന് ഒരു തളർച്ച വന്നിട്ടുണ്ട്. കുറച്ച് കാലഘട്ടം അത് പല കാരണങ്ങളുണ്ട്. ഒന്ന് മറ്റ് ചില കലാരൂപങ്ങളുടെ മുന്നേറ്റം, പിന്നെ മാധ്യമങ്ങളുടെ ചില പിന്നെ സീരിയലിൻ്റെ മുന്നിൽ വീട് വിട്ടിറങ്ങാൻ പറ്റാതെ ഇതിൻ്റെ മുന്നിൽ ഒതുങ്ങിക്കൂടുന്ന പിന്നെ ഒരു സ്ത്രീ, നമ്മളെ കുടുംബങ്ങൾ, ഇതൊക്കെ വന്നപ്പോൾ നാടകത്തിന് ശരിക്കൊരു ഇതുണ്ട്. ഇതിൻ്റെ ഒക്കെ അപ്പുറത്ത് ഞാൻ പറയുന്നത് നാടകക്കാരുടെ കയ്യിലും ചില കുഴപ്പങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ വന്നോ നാടകം ഒന്ന് ക്ഷീണിച്ചു. പക്ഷെ ഇപ്പം ഒരു 4-5 കൊല്ലമായിട്ട് നാടകം വളരെ ശക്തമായിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കോഴിക്കോട് ടൗൺ ഹാളിൽ ഈ കഴിഞ്ഞിരുന്ന 3 മാസത്തിനുള്ളിൽ ഞാൻ 2 പ്ലേ ആണ് ചെയ്തത്. സ്റ്റേജിൻ്റെ മുകളിൽ വരെ ആളുകൾ ഇരിക്കുക, സ്പേസ് ഇല്ലായിട്ട്, വാതിലൊക്കെ ഫുൾ പാക്കഡ്. ഞാൻ ചെയ്തതെന്നല്ല, അതിന് മുന്നേ പലരും ചെയ്ത നാടകങ്ങൾ ഞാൻ കാണാൻ പോകുമ്പോഴും പാക്ഡ് ഓഡിയനാണ്. അപ്പം നാടകം അതെന്താ വെച്ചാൽ പച്ചയായ മനുഷ്യന് സംവേദിക്കുന്നൊരു സാധനമുണ്ട്. അതിലും ഇതായിട്ട് ഹൃദയത്തിലേക്ക് ഇടിച്ചു കയറാൻ വേറെ ഒരു മാധ്യമങ്ങൾക്കും പറ്റും. അതിൽ തന്നെ പ്രൊഫഷണൽ നാടകങ്ങൾക്കാണോ അമച്ചർ നാടകങ്ങൾക്കാണോ കൂടുതൽ സാധിക്കുക? അമച്ചർ നാടകം
രണ്ട് ചെയ്തിട്ട് സംവിധാനം ചെയ്തിട്ടുള്ളതാണല്ലോ. KPSC ചെയ്തിട്ടുണ്ട്, സംഗമത്തിന് 4-5 കൊല്ലം ചെയ്തിട്ടുണ്ട്, മലബാർ തിയേറ്റേഴ്സിന് ചെയ്തിട്ടുണ്ട്, സൗമ്യസ്, അങ്ങനെ ഒരുപാട് തിയേറ്റർ. അവിടെ ഞാൻ ചില കോംപ്രമൈസിന് നിൽക്കണം. അവിടെ ബിസിനസ്സാണ്, അത് കച്ചവടത്തിന് വേണ്ടി ഇറക്കുന്നതാണ്. ഇത് കച്ചവടമല്ല, ഇത് എൻ്റെ മനസ്സിന് തൃപ്തിയാണ്. എൻ്റെ മനസ്സിന് തൃപ്തിയാവണം. അതിൻ്റെ സ്ക്രിപ്റ്റ് ബേസും അതിൻ്റെ ആക്ടിങ് ബേസും അതിൻ്റെ മറ്റ് പ്രൊഡക്ഷൻ ബേസും എല്ലാം ഉണ്ട്. മറ്റതല്ല, ഞാൻ വേറൊരാൾക്ക് വേണ്ടിയിട്ട് നിർമ്മിക്കുന്ന ഒരു സാധനമാണ് കമേഴ്സ്യൽ പ്ലേ. അവൻ്റെ ടേസ്റ്റാണ്, അത് വിൽക്കാനുള്ള ചരക്കാണ്, പക്ഷെ ഇത് വിൽക്കാനുള്ളതല്ല. പക്ഷെ ഒരു അന്യം നിന്ന് പോയേക്കാവുന്ന ഒരു കാര്യമായിരുന്നു നാടകം എന്ന് പറയുന്നത്. അതിനെ കുറച്ചുകൂടെ ജനപ്രിയമാക്കുന്നത്. ഞാനതിനെ കറക്റ്റായിട്ട് അന്യം നിന്ന് പോകും, ആ വാക്ക് നാടകത്തിൽ ഉപയോഗിക്കുകയും ചെയ്യും. അന്യം നിന്ന് പോകേണ്ടതല്ല. പക്ഷെ പ്രൊഫഷണൽ നാടകങ്ങൾ കുറച്ചുകൂടെ അതിനെ ജനപ്രിയമാക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ജനപ്രിയമാക്കുന്നതിൽ പ്രധാന സാധാരണക്കാരൻ്റെ ഇടയിൽ ജനപ്രിയമാക്കുന്നതിൽ ഒരു പങ്ക് കമേഴ്സ്യൽ പ്ലേകൾ ചെയ്തിട്ടുണ്ട്, ഇല്ലയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ലൈഫ് ഉണ്ടാവുന്നത്, ഒരു യഥാർത്ഥ ലൈഫ് വരുന്നത് അമേച്വർ പ്ലേയാണ്. മനുഷ്യൻ്റെ നമ്മളുണ്ടാക്കുന്ന ഓരോ കോമ്പോസിഷൻസും ഓരോ അതിൻ്റെ സ്ക്രിപ്റ്റ് വൈസ് തന്നെ വളരെ ശക്തമായിട്ടായിരിക്കും. നമ്മളത് വേറൊരു താല്പര്യത്തിനല്ല, നമ്മുടെ താല്പര്യത്തിന് ഇറക്കുന്ന ഒരു സാധനമാണ് അത്. അപ്പോൾ ഈ നമ്മുടെ താല്പര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. മറ്റത് മറ്റുള്ളവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് നമ്മൾ കോംപ്രമൈസ് ചെയ്യണം. ഇതല്ല, ഇത് ഞാനിപ്പോൾ ചെയ്യുന്ന ഗ്രൂപ്പ് ആരാണോ അവരും ഇത് കാണാൻ വരുന്നൊരു പ്രേക്ഷകനുണ്ട്. അവനെ നമ്മൾ ഏത് പ്രേക്ഷകനായാലും നമ്മൾ ഏറ്റവും മുന്നിൽ കാണുന്ന ഒരു നാടകം ഞാൻ ഡയറക്റ്റ് ചെയ്യുമ്പോൾ കമേഴ്സ്യൽ പ്ലേ ആയാലും മറ്റ് അമേച്വർ പ്ലേ ആയാലും ഞാൻ ആദ്യം കാണുന്നത് ഓഡിയൻസിനാണ്. അവരാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത്, അവരാണ് ഇതിൻ്റെ വിധി എഴുതേണ്ടത്, അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം സാധനം. ഇല്ലെങ്കിൽ എനിക്ക് മാത്രം അതിനെക്കൊണ്ട് ഞാൻ എന്നെ പൂർണ്ണ തൃപ്തനാക്കേണ്ടൊന്നും കാര്യമില്ല. കാണുന്നവന് അമേച്വർ പ്ലേ മറ്റേതാകുമ്പോൾ കമേഴ്സ്യൽ പ്ലേ ആകുമ്പോൾ ഇത് കണ്ട് അവൻ പൊടിയും തട്ടി അങ്ങ് പോകും. അമേച്വർ പ്ലേ ആകുമ്പോൾ അതല്ല, ഇതിനെക്കുറിച്ച് ചർച്ചകൾ വരും. അപ്പം നമ്മളെ തെറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയത്, അല്ല എൻ്റെ ആക്ടേഴ്സിന് എവിടെ, എൻ്റെ പ്രൊഡക്ഷൻ സ്റ്റൈലിൽ എവിടെയാണ് തെറ്റ് പറ്റിയത്, അല്ല എൻ്റെ കോസ്റ്റ്യൂമിൽ, എൻ്റെ മേക്കപ്പിൽ, എൻ്റെ ലൈറ്റിങ്ങിൽ, എൻ്റെ സ്റ്റേജ് ഡിസൈനിങ്ങിൽ എവിടെയാണ് എനിക്ക് കുഴപ്പം പറ്റിയത്, അതെനിക്ക് മനസ്സിലായി. മറ്റതതില്ല. അപ്പം ഞാൻ അടുത്ത പ്ലേ ചെയ്യുമ്പോൾ വീണ്ടും എനിക്കൊരു ഗൃഹപാഠം തരുന്നത്. ഈ ഗൃഹപാഠങ്ങളെല്ലാം 100 നാടകങ്ങളുടെ ആ ഒരു 99 നാടകങ്ങളുടെ ആ ഒരു അനുഭവമുണ്ട്. ആ ഗൃഹപാഠങ്ങളിലൂടെയൊക്കെയാണ് തെരുവിൻ്റെ കഥയും കൂടി വരുന്നതെന്ന് നമുക്ക് തോന്നുന്നു. എന്തായാലും ഇന്ന് നാടകം പ്രദർശിപ്പിക്കുകയാണ് വൈകിട്ട് 6 മണിക്ക്. ഒരുപാട് പേര് ഇന്ന് വീക്കെൻഡാണ്, അപ്പോൾ ഒരുപാട് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വിളിച്ചിട്ടുണ്ട്, പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ കാണാൻ വരുന്നുണ്ട്. എന്താണ് നാടകത്തെ പറ്റി അവരോട് പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. വളരെ ലളിതമായിട്ടുള്ള ഒരു ആഖ്യാന ശൈലിയാണ് ഞാനിതിൽ ഉപയോഗിച്ചിട്ടുള്ളത്, വളരെ ലളിതമായിട്ട്. അല്ലാതെ ഒരു പ്ലേകൾ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞാൻ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ സ്റ്റൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കൂടുതൽ ദുരൂഹത വരുന്നൊന്നുമില്ല. അത് ഡയറക്ടോറിയൽ സെക്ഷനിലും സ്ക്രിപ്റ്റ് വൈസും ആക്ടിങ്ങിലും കോമ്പോസിഷൻസിലും ഒക്കെ തന്നെ വളരെ ലളിതമായിട്ടുള്ള ഒരു ആഖ്യാന ശൈലിയാണ്. പിന്നെ നാടകം കാണാൻ എല്ലാവരും വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാവരും കാണണം, തെറ്റുകളുണ്ടെങ്കിൽ പറയണം, ഓർമ്മിപ്പിക്കണം. ഞാൻ എല്ലാം തികഞ്ഞ ഒരാളല്ല. ഇപ്പോഴും ഞാൻ വട്ടപൂജ്യത്തിൽ നിൽക്കുകയാണ്. അതേമാതിരി എനിക്ക് ഇനിയും ചെയ്യാൻ പറ്റണം. അപ്പോൾ എൻ്റെ വിമർശനങ്ങളൊക്കെ ഞാൻ പൂർണ്ണമായിട്ട് സ്വീകരിക്കും. പക്ഷെ ഒരപേക്ഷ, വളരെ മുൻവിധിയോട് കൂടിയിട്ട് നാടകം കാണാൻ വരരുത്. ഒരുപാട് മുൻവിധി വെച്ചിട്ട് നാടകം കാണാൻ ഇരിക്കരുത്. നാടകം കാണുമ്പോൾ ഞാൻ എത്ര നോവലിനോട് നീതി പുലർത്തിയിട്ടുണ്ട്. ആ നീതി അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെട്ടിച്ചെറുതാക്കലുകളും പിന്നെ കൂട്ടലും കഴിക്കലുകളും ഒക്കെ നടന്നിട്ടുണ്ട്. എന്തായാലും SKയുടെ ഒരു കഥയാകുമ്പോൾ അതിന് ആ രീതിയിൽ തീർച്ചയായിട്ടും കോഴിക്കോട് പ്രേക്ഷകർ അത് പൂർണ്ണ മനസ്സോടെ എടുക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം. എന്തായാലും വലിയ വിജയമായി തീരട്ടെ താങ്കളുടെയും താങ്കളുടെ കൂടെയുള്ളവരുടെയും പരിശ്രമം. ആശംസകൾ നേരുന്നു. വളരെ നന്ദി ഞങ്ങളുടെ അതിഥിയായി ഇവിടെ എത്തിയത്.